എന്നാൽ ഇത്ര പെട്ടെന്ന് അവർ വിളിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതന്നെയല്ലേ ഞാനും പറയുന്നത്. പിന്നെ ഒരു കണക്കിന് ഇപ്പൊ വിളിച്ചത് നന്നായി. ഇവിടെ നിന്നിട്ട് എന്താ കാര്യമുള്ളത്? കടങ്ങളെല്ലാം തീരണ്ടേ? അതെ, അതും ശരിയാണ്. എന്താണ് രണ്ടാളും കൂടി ഇരുന്ന് പറയണത്? അമ്മ പോണ്ടത് റെഡി ആയിട്ടുണ്ട്. അതെ, 26-ാം തീയതി കയറി ചെല്ലാൻ വേണ്ടി പറ്റണ്ടവര്. അതല്ലേ നല്ലത്. പക്ഷെ അതല്ല, ഇപ്പൊ ടിക്കറ്റും വിസേന്റെയും കൂടി ഒക്കെ ആയിട്ട് നല്ലൊരു പൈസ വേണം, പെട്ടെന്ന് നമ്മൾ ഒപ്പിക്കണം. അതാണ് ഇങ്ങനെ പറയുന്നത്. പൈസന്റെ കാര്യം മോൻ വിഷമിക്കണ്ട. നമ്മുടെ കയ്യില് വളയുണ്ട്, മാലയും ഉണ്ട്. ഇത് കൊണ്ടുപോയി വിൽക്കേ പണയം വെക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് മോൻ കേറിപ്പോയിക്കോ. മോന്റെ കാര്യങ്ങൾ നടക്കട്ടെ, അതാണ് വേണ്ടത്. അല്ലാണ്ട് സ്വർണ്ണം ഇട്ട് കുറെ നടന്നിട്ട് ഒരു കാര്യവുമില്ല. സ്വർണ്ണമൊക്കെ ഇനിയും ഉണ്ടാകും, നമുക്ക് ഉണ്ടെങ്കിൽ ഇടാം. മോൻ പോയിട്ട് മോൻ ഇതെന്താന്ന് വെച്ചാൽ അമ്മ തരാം, നമുക്ക് ഒരു കുഴപ്പവുമില്ല. നല്ലൊരു ജോലിയാണ്, ഞാൻ മുമ്പേ ചെയ്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. അതെ, എന്തെങ്കിലും ഗുണം ഉണ്ടാകും, അങ്ങനെ വിചാരിച്ച് പോകാം കേട്ടാ. അതന്നെ, എങ്ങനെയെങ്കിലും ചെയ്ത് പോവാൻ വേണ്ടി നോക്ക്. നല്ല കാര്യല്ലേ, നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറുമല്ല. അതെ, കഷ്ടപ്പാട് മാറട്ടെ, നോക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അതെ, ഇവിടെ ചോറ് എടുക്കലേശം. എന്നാ ശരി. എന്നാ പിന്നെ അമ്മ പറഞ്ഞാൽ ചെയ്യാല്ലേടി. അമ്മേന്റെ വള എടുക്കാം, നിന്റെ ഈ മാല എടുത്തിട്ട് പണയം വെക്കാം. എന്റെ മാലയാ? എന്റെ മാല എന്തിനാ എടുക്കുന്നത്? എന്റെ മാലയൊന്നും ഞാൻ തരൂല. എന്റെ എല്ലാം കൊണ്ട് പോയി പണയം വെച്ച് വീടിന്റെ ആവശ്യമൊന്നും പറഞ്ഞു. നീ ഇപ്പൊ ഞാൻ ഈ മാലയും കൂടി തരായിട്ടാണ്. ഏട്ടനോട് അമ്മ പറഞ്ഞതല്ലേ വളയും മാലയും തരാന്ന്. എടി, അമ്മ പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരാളോട് അങ്ങനെ എല്ലാം വാങ്ങി എടുക്കല, മാലയും വള എല്ലാം വാങ്ങി എങ്ങനെ എടുക്കല? അത് ശരിയാണോ? ഇപ്പൊ എവിടെ പോകുന്നത്? ഏട്ടൻ അമ്മേനോട് വാങ്ങിക്കോ, ഒരാവശ്യത്തിന് വേണ്ടിട്ടല്ലേ, നമുക്ക് പിന്നെ എടുത്തു കൊടുത്താ പോരെ. എന്റെ ഇതിപ്പോ തന്നാല് ഞാനിപ്പോ എവിടെയെങ്കിലും എല്ലാം പോകുന്നുണ്ടെങ്കിൽ കഴുത്തൊഴിച്ചിട്ട് നടക്കാനാ. എന്റെ മാലയൊന്നും ഞാൻ തരൂലേ. ഏട്ടൻ അമ്മേനോട് വാങ്ങിച്ചാൽ മതി. അമ്മ പറഞ്ഞതല്ലേ വളയും മാലയും തരാന്ന്. ഏട്ടൻ അമ്മേനോട് തന്നെ വാങ്ങിച്ചോ, ഞാൻ തരുമൊന്നുമില്ല. എന്തിന്റെ ഏട്ടാ, സുഖം തന്നെയാ? എല്ലാരും സുഖായിരിക്കുന്നു. മക്കൾ രണ്ടാളും സ്കൂളിൽ പോയി. ഇവിടെ നല്ല മഴയാന്ന്. പണിയുണ്ട് ഏട്ടന്? അതെയാ. പിന്നെ ഏട്ടാ, ഈ മാസം പൈസ അയച്ചിട്ടില്ലല്ലോ. ഓ, ഏട്ടാ കഴിഞ്ഞ മാസം അയച്ച പൈസന്റെ കണക്ക് ചോദിക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ബാങ്കിൽ അടച്ചിരുന്നു. പിന്നെ കുട്ടികളെ വണ്ടി ഫീസ്, സ്കൂൾ ഫീസ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, വീട്ടു ചെലവ്. പിന്നെ ബാക്കി വന്ന 5000 ഉറുപ്പ്യ ഞാൻ അമ്മക്ക് കൊടുത്ത്. അമ്മക്ക് മരുന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞി. അമ്മ മരുന്നെല്ലാം വാങ്ങിച്ച് പോയല്ല, മരുന്ന് വാങ്ങിക്കാൻ പോയല്ല. അമ്മ ഏട്ടനൊന്ന് ഹോൾഡ് ചെയ്യേ, ഞാനൊന്ന് നോക്കട്ടെ. അമ്മ പുറത്താറ്റാ തോന്നുന്നു, ഞാൻ നോക്കിട്ട് എത്തുന്നു. അമ്മേ, അമ്മയോട് പോയി. ഹലോ. ഏട്ടാ, അമ്മ പുറത്താറ്റാ ഉള്ളത്. ഇവിടെ കാണുന്നില്ല. എനിക്കൊന്ന് അമ്മ അങ്ങ് കാർത്തുവച്ചിന്റെ വീട്ടിലാറ്റം പോയിട്ടുണ്ടാവും. ഇവിടെ ഇല്ല. അമ്മക്ക് പിന്നെ ഉച്ചയെല്ലാം ആകുമ്പോ അങ്ങോട്ടെല്ലാം ഒരു നടത്തുണ്ടല്ലോ. എപ്പ നോക്കിയാലും അമ്മേനോട് സംസാരിക്കാൻ. ഇനും വേണ്ടി എന്താണ് അമ്മേനോട് സംസാരിക്കാനുള്ളത്? കഴിഞ്ഞ ആഴ്ചയല്ലേ വിളിച്ച് കുറെ നേരം സംസാരിച്ചത്. ഇനി എപ്പോഴും എപ്പോഴും അമ്മേനോട് സംസാരിക്കേ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. മോളെ, സജീഷ് വിളിക്കലില്ലേ? അവന്റെ ഒച്ച ഒന്ന് കേൾക്കാനാണ്. കൊറേ ദിവസമായി അവന്റെ ഒച്ച കേട്ടിട്ട്. എന്താന്നറിയില്ല അമ്മേ, കൊറേ ദിവസമായാലും എന്നെയും വിളിച്ചിട്ട്. ഞാനും അതന്നെ വിചാരിക്കുന്നു, എന്താന്നമ്മ പണിത്തിരക്കാറ്റാ തോന്നുന്നു. ഓ അതെ, പണി ഉണ്ടാവട്ടെ ദൈവമേ. ഞാനേ ഡോക്ടറെ കാണിക്കാൻ പോകാനായിട്ട് കുറേ ദിവസമായി. നോക്കെടുത്ത് വല്ല പൈസ അവൻ അയച്ചത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് തരുവാ, ഒന്ന് മരുന്നിന് പോകാനായിട്ട്. പൈസയും കുറെ ആയല്ലോ അമ്മ അയക്കാത്തത്. ഞാനും അതന്നെ വിചാരിക്കുന്ന. പിള്ളേരെ വണ്ടി ഫീസ് വല്ല അടച്ചിട്ട് എത്ര നാളായി, പൈസ അയക്കലില്ല. എന്താന്നറിയില്ല, പണിയുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ പൈസയൊന്നും അയക്കലില്ല. പണി ഉണ്ടാവട്ടെ, പണി ഉണ്ടാവട്ടെ എന്റെ മോന് പാവം. എന്തെങ്കിലും ഒരു പണി ഉണ്ടാവട്ടെ, അത് സാരമില്ല, എന്നാ പിന്നെ ആവട്ടെ. പിന്നെ ഇനി അമ്മേനെ വിളിക്കുമ്പോ ചോദിക്കാനൊന്നും നിക്കണ്ട. പിന്നെ ആരോടെങ്കിലും എല്ലാം വാങ്ങിയിട്ടെല്ലാം തരും. അയക്കുമ്പോ അയക്കട്ടെ. ഞാൻ ചോദിക്കണില്ല, അയക്കുമ്പോ ഞാൻ പറയാം അമ്മേനോട്. ആയിക്കോട്ടെ. എൻ്റെ മോന് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവട്ടെപ്പാ. പാവം, എൻ്റെ കടങ്ങളെല്ലാം തീരണ്ടേ. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പാവം, ഒരാള് പണിയെടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം. ദൈവമേ. പിന്നെ ഭക്ഷണം കഴിച്ചേട്ടെ? ഭക്ഷണം കഴിച്ചു. പണിയുണ്ടാ? പണിയെല്ലാം ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് പൈസ അയച്ചിട്ടുണ്ടായിരുന്നേ.
മാലയും വളയൊക്കില്ലേ അതൊന്ന് എടുപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഏട്ടാ അമ്മേന്റെ മാലയും വളയും എടുക്കാൻ ഏട്ടന് ഇപ്പൊ തിരക്കായി പോയത്. എത്ര കാലായി എന്റെ സ്വർണം കൊണ്ട് പോയി പണയം വെച്ചിട്ട്. അതൊന്നും എടുപ്പിക്കേണ്ട ഒരു വിചാരവും ഇല്ലല്ലോ ഏട്ടന്. ഇപ്പൊ അമ്മൂന്റെ കല്യാണാ വരാൻ പോകുന്നത്. ഞാൻ എന്തിട്ടിട്ട് പോകും? വയസ്സായ അമ്മേന്റെ മാലയും വളയും എടുക്കാനാ തിരക്ക്. അമ്മ ഇപ്പൊ ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ ഏട്ടനോട്. എന്നാലും നിക്ക് അത് എടുത്ത് കൊടുക്കണ്ടേ? അതല്ലേ നമ്മുടെ മര്യാദ. അത് എടുത്ത് കൊടുക്കൂലെന്നൊന്നും പറയുന്നില്ലല്ലോ. എടുത്ത് കൊടുക്ക. ആദ്യം എന്റെ സ്വർണ്ണം എടുപ്പിക്കും, എന്നിട്ട് എടുത്തു കൊടുക്ക. എന്നാലും അമ്മ അങ്ങനെ ഒരു കഴുത്തൊക്കെ ഒഴിഞ്ഞങ്ങനെ നടക്കല്ലേ എനിക്ക്. ഈ ചേട്ടാ അമ്മ ഇപ്പൊ എവിടെ പോയിട്ടാന്ന്? അങ്ങ് പോയാലും അമ്മ പോകും ഹോസ്പിറ്റലിൽ. പിന്നെ അമ്മ എവിടെ പോയിട്ടാന്ന്? എനിക്കിപ്പൊ കല്യാണത്തിനെല്ലാം പോണ്ടേല്ലേ, ഞാൻ എന്തിട്ടിട്ട് പോകും? ഏട്ടനെന്താ അത് മനസ്സിലാക്കാത്തെ? പിന്നെ ഏട്ടാ എന്തായി മറ്റേ എന്നീ മക്കളെയും കൊണ്ടുപോകേണ്ട കാര്യം? എന്തെങ്കിലും നടക്കുവാ? ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ അമ്മ ഒറ്റക്കല്ലേ എന്നുള്ള ഇതിലാണ് എനിക്ക്. പിന്നെ അമ്മക്കിപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് അമ്മയുടെ ഒറ്റക്ക് നിൽക്കൂല. എന്നാ ഏട്ടനൊരു കാര്യം ചെയ്യാം, അമ്മേനെ കൊണ്ടുപോ. എന്നെ ഞാനും മക്കളും ഇവിടെ നിൽക്കാം. ഇല്ല പിന്നെ അമ്മയുടെ ഇപ്പൊ ഒറ്റക്ക് നിൽക്കൂലേ? കയ്യാണ്ടാകുമ്പോഴല്ലേ, അപ്പൊ അന്നേരം നോക്കാം. ഇപ്പൊ ഞാനും മക്കളും അങ്ങോട്ട് വന്നാൽ എന്താന്ന്? എനിക്ക് എടുക്കാനൊന്നും കഴിയില്ല ഏട്ടനെ കാണാണ്ട്. മക്കളും ചോദിക്കാൻ തുടങ്ങി. അവർക്കും ഉണ്ടാവൂലേ ഏട്ടനെ കാണാനുള്ള ആഗ്രഹം. എത്രയും പെട്ടെന്ന് ശരിയാക്കും. ഞാൻ സ്കൂളിലെല്ലാം പറഞ്ഞിട്ടുണ്ട് മിസ്സിനോടല്ലോ. ആ ശരി. പിന്നെ നീ അമ്മേനെയും കൊണ്ട് പോയിട്ടും വന്നു. ഹലോ. എന്തേട്ടാ? പിന്നൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താ? പോരാൻ റെഡി ആയിക്കോ. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതെയാ? എന്നാലും ഇത്ര വേഗം ശരിയാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഏട്ടാ. പിന്നെണ്ടല്ല അമ്മനോടൊന്ന് പറയണ്ടേ? അമ്മേനോട് ഞാൻ പറയൊന്നുമില്ല, ഏട്ടൻ പറ. ഞാൻ പറയുമ്പോ പിന്നെ എന്തോ ഏട്ടൻ പറഞ്ഞാ മതി. നീ നമുക്കൊന്ന് കൊടുക്ക്, ഞാൻ പറയാല്ല. ഞാൻ കൊടുക്കാം. എങ്ങനെ ഇപ്പൊ അമ്മനോട് പറയാന്ന് എനിക്കൊരു പിടുത്തില്ല. ഒന്നും കുഴപ്പമില്ല, ഏട്ടൻ പറഞ്ഞാ മതി. അമ്മ ഇതാ ഏട്ടൻ വിളിക്കുന്ന. അതെ, കൊറേ നാളായി. ഹലോ. ഹലോ. എന്താണ് മോനെ, എന്തൊക്കെയുണ്ട്? സുഖമാണാ? അമ്മക്ക് സുഖല്ലേ? നമുക്ക് സുഖമാണ്. പിന്നെ എന്താണ് പണിയൊക്കെ ഉണ്ടാ മോനെ? ഭക്ഷണമൊക്കെ കഴിച്ചാ മോൻ? മരുന്നൊക്കെ വാങ്ങുന്നുണ്ടാ? മരുന്നൊക്കെ വാങ്ങണ്ട്, കുഴപ്പമില്ല. ഡോക്ടറെ കാണിക്കാൻ പോക്കില്ലേ? കാണിക്കാൻ പോക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെണ്ടല്ലോ അമ്മ, ഞാൻ ഒരു കാര്യം പറയാനാ വിളിച്ചത്. ഞാനേ പിന്നെ അവളെയും മക്കളെയും കൂടി ഇല്ലേ അമ്മേ, ഇങ്ങോട്ടേക്ക് കൂട്ടിയാലോന്ന് വിചാരിക്കുന്നമ്മേ. അതെ, കൂട്ടിക്കോ, കുഴപ്പമില്ല. മോന് കുറെ നാളായാലും ഒറ്റക്ക് നിൽക്കുന്നു. നല്ലതല്ലേ, മോനൊരു കൂട്ടാവൂലേ? അവളും മക്കളും വന്നാൽ എന്തെങ്കിലുമൊക്കെ മോന് വെച്ച് വേവിച്ചൊക്കെ തരൂലേ? നല്ലതല്ലേ അത്? കൂട്ടിക്കോ. അമ്മ ഒറ്റക്കാവുമെന്ന് വിചാരിച്ച് പേടിക്കണ്ട, കുഴപ്പമില്ല. അമ്മ ഒറ്റക്ക് നിന്നോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ മോൻ സന്തോഷമായിട്ട് ജീവിക്കും. ഇല്ല, അത് കുഴപ്പമില്ല. മോൻ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. മക്കള് സുഖമായിട്ട് ജീവിക്കണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് വിഷമമൊന്നുമില്ലപ്പാ. എൻ്റെ മക്കള് സന്തോഷമായിട്ട് നിൽക്കണം, അത്രമാത്രം നമുക്ക് ആഗ്രഹമുള്ളൂ. ഒരു വിഷമവും ഇല്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഹലോ. ഏട്ടാ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവേന്നു. ഒരു 10 മിനിറ്റ്. വണ്ടി ഇപ്പൊ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ശരി ഏട്ടാ, എന്നാലും ഞാനിപ്പോ വണ്ടി കയറിയിട്ട് വിളിക്കാം. ശരി, ഓക്കെ. എന്താ ദുഃഖു, അച്ഛൻ വിളിക്കുന്ന കാണുന്നില്ല, പിന്നെ ഈ വിളിച്ചോണ്ടിരിക്കുന്നേ? പിന്നെ ഈ വയസ്സായ അച്ഛാമ്മേനെയും കൂട്ടിയിട്ടല്ലേ ഈ ഗൾഫിലേക്ക് എഴുന്നൂടെ? മോക്ക് പറഞ്ഞാ മനസ്സിലാവൂല. എന്നാ മോള് ഇട് അച്ഛാമ്മേന്റെ കൂടെ. നോക്ക് വേണോ? ഇതാ മിണ്ടാണ്ട് അനങ്ങാണ്ട് എന്റെ കൂടെ വന്നു. രണ്ടിനും എന്റെ നല്ല കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇടുന്നു, ഞാൻ പോട്ടെ.
എന്നാ നിങ്ങൾ രണ്ടാളും ഇടുന്ന ഞാൻ പോകാൻ പോകുന്നത്. മക്കളെ നോക്കാം. മക്കളെ ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. മുണ്ടാണ്ട് നിന്നോ. ഇതൊന്നും ഇനി താഴെ പോയി പറയാൻ നിൽക്കണ്ട. പോകട്ടെ അടുത്തേക്ക്. എന്റെ മക്കള് പോവാനായ നമ്മളൊരു ദിവസം അച്ചാമ്മനെയും കൂട്ടിട്ട് പോകും കേട്ടോ. ഞാൻ അച്ഛനോട് പറയാം അച്ചാമ്മനെയും കൂട്ടാൻ വേണ്ടി. അച്ഛാമില്ലാണ്ട് ആ കാല കഥ പറഞ്ഞു. നമുക്ക് കാല അച്ഛാമില്ലാണ്ട് കഥ പറഞ്ഞു. അത് സാരമില്ലട്ടാ. എന്റെ മക്കള് പോയിട്ട് ഇപ്പൊ സുഖമായിട്ട് നിൽക്കേ. മക്കള് പോയിട്ട് പിന്നെ വരാട്ടാ. എന്റെ മക്കൾ പോയിട്ട് ഇപ്പൊ സന്തോഷമായിട്ട് അച്ഛൻ്റെ കൂടെ നിൽക്കേ. അച്ഛാ നമുക്ക് പിന്നെ അച്ഛൻ കഥ പറഞ്ഞാല് പിന്നെ വരാട്ടെ അച്ഛൻ കൂടെ. ഇപ്പൊ എന്റെ മക്കൾ മാത്രം പോകട്ടാ. അച്ഛൻ പിന്നെ വരേ കേട്ടാ. എന്റെ മക്കൾ പോയി അച്ഛനാണ് മക്കളും കൂടി സുഖമായിട്ട്. അച്ഛാമ്മനെ നമ്മള് കൂട്ടാന്ന് വിചാരിച്ചിട്ടുണ്ടോ? പക്ഷെ അമ്മ വിടുന്നില്ല നമ്മളെ. അത് സാരില്ല കേട്ടാ. അച്ഛൻ പിന്നെ ദിവസം വരാൻ കേട്ടാ. കരയല്ലേ കരയല്ലേ. എന്റെ മോള് പോയിട്ട് ആ വീഡിയോ കോൾ വിളിക്കുമ്പോ കഥ പറഞ്ഞുതരാം കേട്ടാ. അച്ഛൻ രണ്ടാൾക്കും കഥ പറഞ്ഞുതരാം കേട്ടാ. രണ്ടാളും കരയാണ്ട് പോണേ നമ്മുടെ കൂടെ കേട്ടാ. കരയണ്ടേ. അച്ഛൻ പിന്നെ ദിവസം വരും കേട്ടാ. കരയണ്ട കേട്ടാ. എന്റെ മക്കള് സന്തോഷായിട്ട് പോയി വാ കേട്ടാ. മക്കളെ വാ വാ വന്നേ. എന്തായത്? വാ ചെരുപ്പിട് പോയിട്ട്. അമ്മ നമ്മളെ ഇറങ്ങുന്നേ. വാ 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 മക്കളെ. ഓ ഇനിയും കേറിയിട്ടില്ലേ? വാ വന്ന സമയായി. വാ വാ വാ. അമ്മ നമ്മൾ പോയി. ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഒറ്റപ്പെടുത്തി പോകേണ്ട അവസ്ഥ വന്നെന്ന് വരാം. അതിൽ ആർക്കും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ ഒന്നും നമ്മൾ ഓർത്താൽ നല്ലത്, ഒറ്റപ്പെടലാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. കഴിയുമെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മുടെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക, അവരെ ചേർത്ത് പിടിക്കുക.